പര പര പപ്പര പാര പാര പര പപ്പര പര പര പപ്പ. ഞാനൊരു ദേശഭക്തി ഗാനം ഇട്ട് തരട്ടെ, ഒന്ന് കേൾക്കും നിങ്ങള്. महमदियोर नाम नेदा तीशंदे सुंदा दे ताजा मशहूरा पोरुल देशम भीषुम कसूरा. എങ്ങനെയുണ്ട്? അടിപൊളി ദേശഭക്തി ഗാനല്ലേ? നിങ്ങൾ ആരെയും സമ്മതിക്കും ദേശഭക്തി ഗാനാണ് ഇല്ലല്ലേ? ഇത് മാപ്പിളപ്പാട്ടല്ലേ? ഇതെങ്ങനെ ദേശഭക്തി ഗാനമാവും? സമ്മതിച്ചു തരാൻ ഒരു ചാൻസും ഇല്ല, ഞാൻ സമ്മതിക്കൂല. അല്ല, നമ്മൾ നാളെ ഒരു പുതിയ വന്ദേ ഭാരതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ പാട്ടൊന്നും ഇട്ടൂടെ? ഇല്ല, സമ്മതിക്കില്ല. ഇത് ദേശഭക്തി ഗാനേ അല്ല. പക്ഷെ ഇതിലെ വരികളൊന്ന് കേട്ട് നോക്കി നിങ്ങൾ. വരികൾ കേട്ട് കഴിഞ്ഞാൽ ദേശഭക്തി ഗാനായിട്ടേ തോന്നുള്ളൂ. വരികളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇനിയുള്ളത്. महात्मा बहुसर दहसन कहन वगाश बदल बिद फ्रीडम यवर कदम दिशा बलदपुल बडिवत उदिपद देश उदिकयुम मद कोदिकयुम समय विदिकयुम गांधी गांधीजी ഇന്ത്യൻ മഹാമനുകൾക്കായി മാതൃത്വത്ത് കൊലപാതകം കുറിച്ചിട്ട സ്വാതന്ത്ര്യം കാത്ത് ബാപ്പുജി സുഹൃത്ത് ഷറഫുടെ പെടലുതിപ്പും സുഖം കൊണ്ട് ഇംഗ്ലണ്ട് അറവിട കൊടും കിതപ്പും സബും നമ്മെ ജനം അതിപ്പതിനുടെ മുടുക്കും മുടുക്കതോർ കണ്ട കുതിപ്പതിൽ ഇന്ത്യൻ രാഷ്ട്രപിതാവതപോ. വരികളുടെ അർത്ഥം മനസ്സിലായോ? ഗാന്ധിജി എന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ, സ്വാതന്ത്ര്യം, ഫ്രീഡം, ജനങ്ങൾ എന്നൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഒന്നുമില്ല. ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് ചെയ്തു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എങ്ങനെ എടുത്തു എന്നുള്ളത് ഇച്ചിരി മലയാളത്തിലും കുറച്ച് അറബി എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാടിയെന്നേ ഉള്ളൂ. ഇത് മാപ്പിളപ്പാട്ടൊന്നും അല്ല കേട്ടോ. മാപ്പിളപ്പാട്ടിന്റെ ടോണിലുള്ള ഒന്ന് രണ്ട് അറബി വേർഡ്, ഒരു ഭാഷയായിട്ടുള്ള ഒരു അറബി വേർഡുള്ള ഒരു ദേശഭക്തി ഗാനമാണ്. ഇതിടാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ. നാളെ ഏതെങ്കിലും ഒരു BJP കാരനോണ്ട് നമ്മുടെ കൊണഗീതം പാടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ കൊണേഷനെ കൊണ്ട്, അതായത് നമ്മുടെ സുരേഷ് ഗോപിനെ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വേട്ടാവളിയന്മാരെ കൊണ്ട് ഇത് ഇടാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല, സമ്മതിക്കൂല. കാരണം ഇത് മാപ്പിളപ്പാട്ടാണ്. ഇനി ഇതിന് എതിർത്ത് നിന്ന നമ്മുടെ പിണറായിച്ചനാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ശിവൻകുട്ടി ആണെങ്കിലും വേണ്ടില്ല, നാളെ ഒരു പരിപാടിക്ക് ഇതിടാൻ പറഞ്ഞാൽ സമ്മതിക്കോ? ഇല്ല. അത് ബുദ്ധിമുട്ട്. ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം അതൊരു മുസ്ലിം ടോണുള്ള പാട്ടാണ്. ഇനി പോട്ടെ, നമ്മുടെ കോൺഗ്രസ്സുകാരെങ്കിലും അല്ലെങ്കിൽ VD സതീശൻ അവരാരെങ്കിലും ഈ പാട്ട് ഇടണം പറയൂല, പറയാൻ പാടില്ല. പറഞ്ഞാൽ പ്രശ്നമാണടാ. ഇനി അതല്ല ലീഗുകാർ പറയും, ഇല്ല, ലീഗുകാർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാവുന്നുള്ള തോന്നൽ വന്ന് എന്തുകൊണ്ടാണെന്ന് അറിയും? ഇതിനൊരു മാപ്പിളപ്പാട്ടിൻ്റെ ടേസ്റ്റ്, ചൊവ്വ, അതല്ലെങ്കിൽ ടോണ് വന്നതുകൊണ്ടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം അതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു പാട്ട് ഇടുക എന്നുണ്ടെങ്കിൽ. അത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളായിട്ട് നികുതി കൊടുത്ത് ഞാനും നീയും ഇത് കണ്ടു നിൽക്കുന്ന എല്ലാ സംഖ്യകളാണെങ്കിലും മൂരികളാണെങ്കിലും ഇനിയിപ്പോൾ എന്താ കമ്മികളാണെങ്കിലും കൊങ്ങികളാണെങ്കിലും നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ നികുതി കൊടുത്തിട്ടുണ്ടാക്കിയ വന്ദേ ഭാരതം തന്നെയാണ്. ഇത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയതോ അല്ലെങ്കിൽ മോദിജി തറവാട്ടെന്ന് കൊണ്ടുവന്നൊന്നും അല്ല അല്ലേ? നമ്മളെല്ലാവരും പൈസ കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വന്ദേ ഭാരതാണ് ഈ ഒരു റൂട്ടിലോട്ട് വന്നത്. ഇവിടെ കാലങ്ങളായിട്ട് റെയിൽവേ ഉണ്ട്, റെയിലുണ്ട്, അതിലൂടെ ഇഷ്ടം പോലെ പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നുണ്ട്. ഇത് 2014 ശേഷം ഉണ്ടായതല്ല ഇന്ത്യൻ റെയിൽവേ. കുറേ കാലങ്ങളായിട്ട് പല പല പടികളായിട്ട് കയറി വന്നൊരു സംഭവമാണ്. ഇത് പെട്ടെന്ന് BJPയുടെ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്നല്ല, മാരാർജി സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല ഇത്. അപ്പം ഇത് നമ്മളൊക്കെ കൊടുത്ത് പൈസ ഉണ്ടാക്കിയൊരു അല്ലെങ്കിൽ ഇറക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അതത്രയേ ഉള്ളൂ. അതിലങ്ങനെ വരും പോവും. ഇതിന് ഇത്രയും കൊട്ടി ഘോഷിച്ച് അവിടെ ഗണഗീതോ ഒന്നും പാടേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു ഗണഗീതം ഇവിടെ പാടിച്ചത് എന്തിനാന്നുള്ളത് ചിന്തിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് മനസ്സിലാവും രാജ്യത്ത് എത്ര ട്രെയിൻ ഇറക്കുന്നത്. വന്ദേ ഭാരത് അല്ലാത്ത ഓരോ ട്രെയിൻ, പുതിയ പുതിയ റൂട്ടുകൾ ഇഷ്ടംപോലെ ട്രെയിൻ എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്താ ഈ കൊണഗീതം വരുന്നില്ലേ? അവിടെ ഒന്നും ഈ കൊണഗീതോ അല്ലെങ്കിൽ എന്താ പറയുക ഓറഞ്ച് കളർ തന്നെ, മഞ്ഞ ഓറഞ്ചോ തന്നെ ഉള്ള മറ്റേ പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുള്ളൂ അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഓറഞ്ച് പെയിൻ്റ് അടിച്ച വന്ദേ ഭാരതാണ് പൊളിച്ചു. നമ്മുടെ കാവിക്കോണകത്തിൻ്റെ കളർ അത്ര തന്നെ. അപ്പം ഇതൊക്കെ വരണമെങ്കിൽ അല്ലെങ്കിൽ ഇത് വന്ദേ ഭാരതത്തിന് മാത്രം തള്ളിക്കയറ്റണമെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ കുറച്ച് ഈ വേട്ടാവളിയന്മാരുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ സംഭവം മാത്രമാണ്. ഇതൊന്ന് ചർച്ച ചെയ്യിക്കണം, നമ്മുടെ കേരളത്തിലൊന്ന് ചർച്ച ചെയ്യിക്കണം. BJP എന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്തിട്ടുള്ളൊരു പരിപാടി. അതിൽ കുറേ ആൾക്കാർ വീട് പോയി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിലിട്ട പാട്ടല്ല, അങ്ങനത്തെ പല പാട്ടുകളുണ്ട്. അതിനിപ്പോൾ ഒരു ക്രിസ്ത്യൻ ടോണുകളിൽ വരുന്ന ദേശഭക്തി ഗാനങ്ങളുണ്ട്. ഇതൊന്നും ഇടാറില്ല, അതൊന്നും പണ്ടും ഇടാറില്ല. എത്ര ട്രെയിനുകൾ ഇറക്കി. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പല ട്രെയിനുകൾ ഇറക്കുമ്പോൾ ഫ്ലാഗ് ഓഫ് എന്നും പറഞ്ഞിട്ട് പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ഇനി പാട്ട് പാടിയാൽ തന്നെ വല്ല വന്ദേ ഭാരതോ നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനൊക്കെ പാടും.
അതല്ലാതെ പാട്ടുകളൊന്നും പാടാറില്ല. ഈവൻ ജനഗണമന പാടിയാൽ പോലും തന്നെ ഇപ്പൊ നമ്മുടെ BJP-ക്കാർ ജനഗണമന പാടാൻ അറിയില്ല. അവന്മാരുടെ മൈൻഡിൽ രാഷ്ട്രപിതാവ് ഗാന്ധിജി അല്ല, സവർക്കറാവും അടുത്ത് തന്നെ. പിന്നെ എന്താ പറയുക, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അവന്മാർ മാറ്റി അവർ വല്ല മനുസ്മൃതി അല്ലെ വിചാരധാരയൊക്കെ കുത്തിക്കയറ്റത്തിൽ. ഇനി അത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മാറ്റാൻ പോണത് അവർ രാജ്യത്തിന്റെ എന്താ പറയുക, മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധഗുരുവിനെ അവർ കൊണ്ടവിടെ പ്രതിഷ്ഠിക്കും, ഭരണഘടന മാറ്റും. ഇതൊക്കെ മാറ്റിയിട്ട് അവസാനം ഈ പറഞ്ഞ ദേശീയ ഗാനം വരെ മാറ്റി അവിടെ ഈ ഗുണഗീതം കൊണ്ട് കയറ്റും. അതിനുള്ളൊരു തുടക്കം മാത്രമാണ്. പണ്ടൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയെങ്കിലും അറിയാണ്ടെങ്കിലും എൻ്റെ കൈ എങ്ങനെ അവിടെ തൊട്ട് പോവുക അല്ലെങ്കിൽ എനിക്കൊരു മുറി പറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട് ശാഖയിൽ പോയി ഒളിച്ച ടീംസാണ് ഇന്ന് ദേശഭക്തി ഗാനം പാടി ദേശീയത വളർത്താൻ വേണ്ടി നിൽക്കുന്നത്, കപട ദേശീയത വളർത്താൻ വേണ്ടി നിൽക്കുന്നത്. ഇത് മനസ്സിലാവാത്തതുകൊണ്ടൊന്നും അല്ല. ഇത് മനസ്സിലായിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോകണം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവന്മാർ കുറയ്ക്കട്ടെ എന്ന്. ഈ പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഒരേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവൻ്റെ സീറ്റിൽ നിസ്കരിച്ച ഒരു കുഴപ്പം ആർക്കുമില്ല. ഈ പള്ളിയിൽ കയറി അയ്യപ്പ ഭക്തന്മാരും അല്ലെങ്കിൽ തിരുപ്പതി പോകുന്ന ആൾക്കാരും ഒക്കെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കും, അവരവരെ ഭജന കാര്യങ്ങളൊക്കെ പാടും. മറ്റുള്ള അപ്പുറത്തുള്ളവരൊക്കെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതിനെ ആരും സപ്പോർട്ട് ചെയ്യരുത്. നീ പള്ളി കയറി സുവിശേഷം പറഞ്ഞാലോ അതിനും പിടിച്ച് പുറത്താക്കുക വേണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യണം. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇമാതിരി കൊണഗീതങ്ങളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാളെ ഞാൻ ചോദിച്ചു നോക്കാം, നാളെ ഇപ്പം വിചാരിക്കുക കുറച്ച് ആൾക്കാർ നാളെ, അതായത് BJP-ക്ക് എതിരെ ഇപ്പം ഇതിന് തിരിച്ച് പറയുന്ന ആൾക്കാർ നാളെ വിചാരിച്ചിട്ട് ട്രെയിനിലങ്ങ് കയറി ഈ പാട്ടങ്ങ് പാടി, ഈ പാട്ടൊക്കെ പാടി അവരത് നല്ല സ്റ്റൈലാക്കിയിട്ടൊക്കെ എടുത്ത് അത് നമ്മുടെ സദേൺ റെയിൽവേ അവരുടെ പേജിൽ പങ്കുവെക്കില്ല. എന്താ ഇവിടെ മൊത്തം സംഘീയമയമല്ലേ? അങ്ങ് സുപ്രീം കോടതി മുതൽ NIA മുതൽ CBI മുതൽ നമ്മുടെ നാട്ടിലെ സകല പോലീസിലും പട്ടാളത്തിലും എന്തൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ എന്തൊക്കെ ഉണ്ട്, ഇവിടൊക്കെ ഒരു സംഘീമയം കൊണ്ടുവരണം. അതിനാണ് സദേൺ റെയിൽവേ ചാടിക്കേറി ഇട്ടത്. ഈ സദേൺ റെയിൽവേൻ്റെ PR വർക്ക് ചെയ്യുന്ന ഏതാണെങ്കിലും ഒരു മൂത്ത മരസംഖ്യ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് വന്നിട്ടില്ലേ? അത്രയേ ഉള്ളൂ. ഇത് കാണിച്ചിട്ട് കുറെ കുരച്ചുകൊണ്ടിരിക്കും. എത്ര പട്ടി റോട്ടുമ്പോൾ കൂടെ കുരയ്ക്കട്ടെ. കുരയ്ക്കുന്നൊക്കെ ഗണഗീതമെന്നും പറയുമ്പോൾ നമ്മൾ നടക്കണോ? അവർ ഗണഗീതമായിട്ടോ അവർക്കത് എന്തെങ്കിലുമൊക്കെ തോന്നാൻ പട്ടി കുരച്ചോട്ടെ, അത് കുരച്ചോണ്ടേയിരിക്കും. പെട്ടെന്ന് കയറിയിട്ട് ഒരു കുറച്ച് സ്കൂൾ കുട്ടികൾ പെട്ടെന്ന് ഒഫീഷ്യലി അല്ല എന്നാ പറയുന്നത്, നിങ്ങളത് കേട്ടില്ല. ഇതൊരു ഒഫീഷ്യൽ ഗാനമായിട്ടല്ല അവർ ഇതിൽ പാടിയത്, ഒഫീഷ്യൽ പ്രോഗ്രാമിന്റെ ഭാഗമല്ല. കുറച്ച് കുട്ടികൾ വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഇതിൽ കയറുന്നു, എങ്ങോട്ട് ബാംഗ്ലൂരേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സെറ്റ് ചെയ്ത പരിപാടിയാണെന്നുള്ളതും ഇത് ഈ പറഞ്ഞ സദേൺ റെയിൽവേ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതും അതൊരു അജണ്ടയാണെന്നുള്ളത് വ്യക്തമാണ്. അതിന് ഇനി എന്തൊക്കെ കിടന്ന് ന്യായീകരിച്ച് കഴിഞ്ഞാലും ഗുണ അടിച്ചു കഴിഞ്ഞാൽ അത് ഗുണഗീതമാണെന്നുള്ളതും ആ ഗുണഗീതത്തിൽ കുത്തിക്കയറ്റിയിട്ട് RSS ശാഖയിൽ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ചെളി പറ്റും എന്ന് പേടിച്ചിട്ട് മാറി നിന്നവന്മാർ അവന്മാരുടെ ശാഖയിൽ കുത്തിരുന്ന് പാടുന്ന പാട്ടാണെന്നും അറിയാത്തത് കൊണ്ടൊന്നും എല്ലാവർക്കും ഇവിടെ. ഇതൊന്നും പണ്ടും ബസ്സുണ്ട്, ട്രെയിനുണ്ട്, വിമാനങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും മുമ്പിലൊന്നും ആരും ഒരു പാട്ടും പാടിയിട്ടില്ല. ഇനി ഇതിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇതിനെ എതിർത്തത് കൊണ്ട് വേറെ കുറെ വേട്ടാവളിയന്മാർ ഇന്നലെ ഈ വന്ദേ ഭാരത് കയറി കൊണകിയതാണ് ഇത്. കേട്ടില്ല? നിങ്ങൾ എങ്ങനെയുണ്ട്? ഒരു കാര്യം ചെയ്യണം, ഒന്നെങ്കിൽ പ്രതികരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇതിനൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇട്ട പാട്ടുമൊക്കെ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ എടുത്തിട്ട് അങ്ങ് ട്രെയിനിൽ കയറി പോകുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണം. പ്രതികരിത്തിൻ്റെ മാക്സിമത്തിലൂടെ നിങ്ങൾ പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സഖാക്കൾ കയറിയിട്ട് നമ്മുടെ പുഷ്പനയറിയാമോ, നമ്മുടെ പുഷ്പനയറിയാമോ, സഖാവിനയറിയാമോ, ആരണഗാഥയറിയാമോ. ഇതൊക്കെ നല്ല പാട്ടുകളല്ലേ? ഒരാൾ അയാളുടെ ലൈഫ് അതെന്തോ ആയിക്കോട്ടെ ആ അവസ്ഥയിലോട്ട് വന്നത്. പക്ഷേ അതിൽ കുറേ ദേശഭക്തിയും അല്ലെങ്കിൽ ഒരാളുടെ അയാളുടെ ജീവിതം ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയിലോട്ട് വന്ന സമര പാട്ടുമൊക്കെ അതിലുണ്ട്. അതൊക്കെ കയറിയങ്ങ് പാട്, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടിക്ക്. ഇപ്പം ഈ പറഞ്ഞ സംഘ കുഞ്ഞുങ്ങൾ ഇത് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ നിങ്ങൾ കയറി ബുദ്ധിമുട്ടിക്ക്. അങ്ങനെ എല്ലാവർക്കും ദേഷ്യം വരട്ടെ. അങ്ങനെ ഇപ്പൊ സംഘികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾ നിങ്ങൾ എന്തിനാ പാട്ട് കയറി പാടിയെന്ന് ചോദിക്കണം. അപ്പോഴാണ് ഇവിടെ ഇഷ്യൂ വരുന്നത്. അതേപോലെ വേറെ ഒരുത്തൻ മാപ്പിളപ്പാട്ട് പാടിക്കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് പാടാൻ വന്ദേമാതരം ആണോ നിനക്ക് കിട്ടിയതെന്നുള്ള ചോദ്യം വരും. ആ രീതിയിലോട്ടാണ് പ്രതികരണം. അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പ്രതികരിക്കാൻ പോവരുത്. ഇങ്ങനത്തെ പട്ടികൾ പല സ്ഥലത്തും കയറി കുരയ്ക്കും, തുപ്പും, അപ്പിയിടും, എല്ലാം മൂത്രം വരെ ഒഴിക്കും. അത് അവിടെ കിടന്ന് ഒഴിച്ചോട്ടെ. ഇതിന് ഈ ക്യാമറ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ഇവന്മാരെന്തോ സംഭവമാക്കുമ്പോൾ ഇവന്മാർ കുരച്ചുകൊണ്ടിരിക്കും. എന്നും പറയുമ്പോൾ കുരച്ചോണ്ടിരിക്കും. അത് കാര്യമാക്കാൻ പോകണ്ട. അത് കുരയ്ക്കുന്നവർ കുരച്ചോട്ടെ, നമ്മളതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല.
അങ്ങനെ ഒഴിവാക്കിയാൽ മതി. എന്തിനാണ് ഇതൊരു വലിയ പ്രതിഷേധത്തിലോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ പ്രതിഷേധത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ മൂർധന്യാവസ്ഥ വരെ കൊണ്ടുപോകണം, അപ്പോഴേ എന്തെങ്കിലും കാര്യമുള്ളൂ. അതല്ലാണ്ട് 4 പേപ്പറിൽ വന്നിട്ട് ഇവന്മാരുടെ നേതാക്കന്മാർ ഈ പാട്ടിട്ട് അന്ന് മുതൽ ഈ കൊണഗീതന്മാരെ മറ്റേ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇങ്ങനെ കൊണച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? അവന്മാർ എവിടെയും എന്തെങ്കിലും കുരയ്ക്കുകയോ കൊണക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, അതിൻ്റെ പിന്നാലെ പോകാണ്ടിരിക്കുക, ഇതൊരു വലിയ പ്രശ്നമാക്കാണ്ടിരിക്കുക. ഇതിൻ്റെ ഈ കൊണഗീതം കൊണ്ടും ഞാൻ തുടക്കത്തിൽ വിട്ട അതിന് മാപ്പിളപ്പാട്ടാണെങ്കിലും വരെ ഏത് പാട്ടിട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അതിലൊന്നും അല്ലാത്ത കുറേ ആൾക്കാരെ ട്രെയിനിലുണ്ട്. എന്തിനാണ് ഇവന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവന്മാർക്ക് കാണിക്കാനുള്ള മാതിരി ഈ പറഞ്ഞ ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കാൻ ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറേ ആൾക്കാർ അതിലുണ്ട്. അവന്മാരെന്തെങ്കിലും കാണിച്ചോട്ടെ, ബാക്കിയുള്ളവരെങ്കിൽ മാറി നിന്ന് കുരയ്ക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഏറ്റവും ബെറ്റർ.